ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബേഡ്സിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേഡ്സിന് അസുഖം ബാധിച്ചെന്നാണ് അർത്ഥം. ചില സമയം നമ്മുടെ കേജിനകത്ത് ബേഡ്സ് ഒരു കാരണമില്ലാതെ തന്നെ ചത്തുപോകാറുണ്ട്. നമുക്കും അറിയില്ല അതെന്താണ് പറ്റിയതെന്ന്. ഇത് ലവ് ബേഡ്സ് ഒന്നും മാത്രമല്ല കേട്ടോ, കോമൺ ആയിട്ട് എല്ലാ ബേഡ്സിനും വരുന്ന അസുഖങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് നമ്മുടെ ബേഡിന് ഒരു അസുഖം വന്നിട്ടുണ്ട്. അത് ഏത് ബേഡായിക്കോട്ടെ, അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബേഡിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമലായിട്ട് നമ്മുടെ ബേഡ് എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫുഡ് കഴിക്കും, അത് കളിക്കും, അത് അതിൻ്റെ പാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യം, പിന്നെ ബേഡ് ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല. നമ്മുടെ ബേഡ് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം മനസ്സിലാക്കാൻ നമുക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന്. അടുത്ത കാര്യം ഫെദർ, അതായത് ഇതിൻ്റെ ഫെദേഴ്സ് നല്ല രീതിക്ക് ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇതുപോലെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും തല ചിറകിനുള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഫെദർ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അന്നേരം മനസ്സിലാക്കിയാണ് അതിന് അസുഖം വന്നിട്ടുണ്ടെന്ന്. ചില ബേഡ്സ് അതുപോലെ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനെയല്ല, ഫുൾ ടൈം ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങളുടെ ബേഡിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങിയൊന്നും നിൽക്കില്ല. അത് നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്, ഇവർ ഫുഡ് കഴിക്കുന്നത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഫുഡ് മാറ്റി മാറ്റിയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി തെനയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലവർ 2 സമയങ്ങളിൽ ഫുഡ് കൊടുക്കും, രാവിലെ വൈകുന്നേരം കൊടുക്കും. ചിലവർ ഒരു നേരവേ ഫുഡ് കൊടുക്കത്തുള്ളൂ, അത് നിറച്ച് കൊടുക്കും. അപ്പം നിങ്ങൾ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഒരു തവണ കൊടുക്കുന്നതായിട്ട് പറഞ്ഞുതരാം. എന്നത്തേക്കാളും കുറച്ച് തന്നെ അതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവർ കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് നമ്മളിത് എടുത്ത് മാറ്റുന്ന ആ സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെന മിച്ചം ഉണ്ടെങ്കിൽ അവർ ഒരുപാട് കഴിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. അതായത് ഇവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കത്തില്ല, ഇവർ കുറച്ചേ കഴിക്കത്തുള്ളൂ. തെനയല്ലെങ്കിലും നിങ്ങൾ ഏത് ഫുഡ് കൊടുത്താലും അവർ എന്നത്തേക്കാളും കുറച്ചേ അത് കഴിക്കത്തുള്ളൂ. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെള്ളം കൊടുക്കുന്നത്. ഇവർ വെള്ളം അതുപോലെ തന്നെ കുടിക്കത്തുള്ളൂ. അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതും കുടിക്കത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്നും നമ്മൾ പാത്രത്തിലായിരിക്കില്ല വെള്ളം കൊടുക്കുന്നത്. അതിലൊരു ചെറുതായിട്ട് എന്തെങ്കിലും വെച്ചെന്ന് മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫുഡും കഴിക്കത്തില്ല, വെള്ളവും കുടിക്കത്തില്ല. പിന്നുള്ളൊരു കാര്യം, ഇതെപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്ന ബേഡായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുകയൊക്കെ ചെയ്യുന്ന ബേഡായിരിക്കും. അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ അങ്ങിരിക്കും. ആ ഒരു സ്ഥലത്തൊന്നും അത് മാറത്തില്ല. അതുമല്ല, നമ്മുടെ കൂടിൻ്റെ താഴ്വശത്തായിരിക്കും മിക്കവാറും സമയങ്ങളിൽ കാണുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ കൈയിട്ടതിനെ പേടിപ്പിച്ചാൽ പോലും അവർ പോവില്ല. അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന്. അത് ആക്റ്റീവായിട്ട് ഇരിക്കത്തേ ഇല്ല. ചില സമയങ്ങളിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടി പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇവർ ഉറങ്ങുന്നത്. അതായത് നമ്മുടെ കൂട്ടിനുള്ളിലോട്ട് വെട്ടം അടിക്കുമ്പോൾ തന്നെ ഇവർ ഉണരും. അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. ഇല്ലെങ്കിൽ നമ്മൾ വല്ല അകത്ത് വല്ലതാണ് കൂട് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വെട്ടം ഇടുമ്പോഴായിരിക്കും ഇവർ ഉണരുന്നത്. അതേസമയം നിങ്ങളുടെ കിളിക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ടൈം ഉറക്കമായിരിക്കും. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള കമ്പുകളിലും നിലത്തും ഏതെങ്കിലും ഒരു മൂലയ്ക്കുമായിട്ടിരുന്ന് ഫുൾ ടൈം ഇത് ഉറക്കം തന്നെ ആയിരിക്കും. അതിരുന്ന് ഉറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാലകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ ബോഡി മുഴുവനായിട്ട് കമ്പയിലോട്ട് മുട്ടിച്ച് വെച്ചിട്ട് കണ്ണടച്ചിരുന്ന് ഉറങ്ങുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ തല പുറകിലോട്ട് തിരിച്ച് വെച്ചിരുന്നായിരിക്കും ഉറങ്ങുന്നത്. ബേഡ് ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല, മിക്ക സമയത്തും ഉറക്കമായിരിക്കും. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന്. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ബേഡ് നല്ല വലുതായിട്ടിരിക്കുന്ന അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ബേഡാണെങ്കിൽ പെട്ടെന്ന് ഇവരങ്ങ് മെലിഞ്ഞു പോകും. നല്ല രീതിക്ക് അങ്ങ് മെലിഞ്ഞു പോകും. ഇല്ലെങ്കിൽ നോർമലായിട്ടിരിക്കുന്ന ബേഡ് പെട്ടെന്ന് അങ്ങ് കയറി വണ്ണം വെക്കും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കുറഞ്ഞു പോകുന്നതാണ്. ഈ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചില ബേഡ്സ് ഒരു കണ്ണടച്ചിട്ട് ഒരു കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ഒരു കണ്ണിൻ്റെ പകുതി അടച്ചിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. നോർമലായിട്ട് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന ബേഡാണെങ്കിൽ 2 കണ്ണും നല്ല രീതിക്ക് തുറന്നു വെച്ചേ ഇരിക്കത്തുള്ളൂ. ബേഡ്സിനെ നല്ല രീതിക്കൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടെ പറയാം. അവർ ശ്വാസം വിടുന്നത് വാ തുറന്നിട്ടായിരിക്കും. ചിലപ്പോൾ അസുഖങ്ങളുണ്ടെങ്കിൽ ഇവർ എപ്പോഴും വാ തുറന്ന് പിടിച്ച് തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും. അതായത് ശ്വാസം മൂക്കിക്കൂടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം അവർ വായിക്കൂടെ ശ്വാസം എടുക്കത്തുള്ളൂ. മിക്കവാറും സമയങ്ങളിൽ ഇങ്ങനെ ബേഡ്സ് ഇങ്ങനെ വാ തുറന്ന് പിടിച്ച് ശ്വാസം വലിക്കുന്നതായിട്ട് കാണുവാണെങ്കിൽ അവർക്കും അസുഖം ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെ എന്തെങ്കിലും അവർ കാണിക്കുവാണെങ്കിൽ അന്നേരം തന്നെ മരുന്ന് കൊടുത്തു തുടങ്ങാം. നിങ്ങൾ ബേഡ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഡെയിലി നമ്മളവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്ത് ഇവരെ രക്ഷിക്കാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. ചിലപ്പോൾ ബേഡ് മരിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്.
ഇല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും അറിയുന്നത്. ആ സമയത്ത് മെഡിസിൻ ഒന്നും കൊടുത്താൽ ചില സമയം നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.